ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 28. കാത്തിരിപ്പ് വെറുതെയാകില്ല. തൻ്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 5 വാക്യം. വിമാനയാത്ര വൈകിയതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. ഇടിമിന്നൽ കാരണം വൈകിയ വിമാനത്തിൽ പ്രവേശിക്കാൻ ഫിൽ സ്ട്രിംഗറിന് 18 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. എന്നിരുന്നാലും അയാളുടെ ക്ഷമയും സ്ഥിരോത്സാഹവും ഫലം കണ്ടു. തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാനും പ്രധാനപ്പെട്ട ബിസിനസ് യോഗങ്ങൾക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാനും കഴിഞ്ഞുവെന്ന് മാത്രമല്ല, വിമാനത്തിലെ ഒരേ ഒരു യാത്രക്കാരൻ അയാൾ മാത്രമായിരുന്നു. മറ്റെല്ലാ യാത്രക്കാരും യാത്ര ഉപേക്ഷിക്കുകയോ മറ്റു ക്രമീകരണങ്ങൾ ചെയ്യുകയോ ചെയ്തു. ഫ്ലൈറ്റ് അറ്റൻഡർമാർ അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുത്തു. തീർച്ചയായും ഞാൻ മുൻനിരയിൽ തന്നെ ഇരുന്നു. വിമാനത്തിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് സ്ട്രിംഗർ കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും അതിൻ്റെ പരിണിത ഫലമോ കാത്തിരിപ്പോ വെറുതെയാകെയില്ല എന്നതു തന്നെ. ഒരു നീണ്ട കാലതാമസം പോലെ തോന്നിയ ഒരവസ്ഥ അബ്രഹാമിനും തരണം ചെയ്യേണ്ടി വന്നു. അവൻ അബ്രാം എന്ന് അറിയപ്പെട്ടിരുന്ന കാലത്ത് അവനെ വലിയൊരു ജാതിയാക്കുമെന്നും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നും ദൈവം പറഞ്ഞു. 75 വയസ്സുള്ള ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു അവകാശിയില്ലാതെ അബ്രഹാം എങ്ങനെ ഒരു വലിയ ജാതിയാകും? കാത്തിരിപ്പ് വേളയിൽ അബ്രഹാമിൻ്റെ ക്ഷമ തികവുള്ളതായിരുന്നില്ല. അതായത് വഴിതെറ്റിയ ആശയങ്ങൾ ഉപയോഗിച്ചു ദൈവത്തെ സഹായിക്കാൻ ശ്രമിച്ചു. എങ്കിലും അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ഇസഹാക്ക് ജനിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം പിന്നീട് എബ്രായ ലേഖകൻ ആഘോഷിക്കുകയുണ്ടായി. കാത്തിരിപ്പ് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, കൂടാതെ അത് തികവുള്ളതായി ചെയ്യാൻ അബ്രഹാമിനെ പോലെ നമുക്കും കഴിയാതെ പോയേക്കാം. എന്നാൽ നാം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പദ്ധതികളിൽ വിശ്രാമം പ്രാപിക്കുമ്പോൾ അവൻ നമ്മെ നിലനിൽക്കാൻ സഹായിക്കട്ടെ. അവനിൽ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെയാകില്ല. ചിന്തിക്കുക, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്രമിക്കാനും നിലനിൽക്കാനും സാധിക്കും? ദൈവത്തിന് മഹത്വം.